സിറ്റി ന്യൂസ് ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിലെ ടോഗോയിലെ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്കു കപ്പലിൽ കാസർഗോഡ് സ്വദേശിയും ബേക്കൽ പനയാൽ അമ്പങ്ങാട് കോട്ടപ്പാറയിലെ രജീന്ദ്രൻ, ഭാർഗവൻ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് റാഞ്ചിയത്. 2025-26 കള്ളാർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇന്ത്യൻ നാഷണൽ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെന്റർ ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിശുദ്ധ റമളാനിൽ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് വനിതാ ലീഗ് കമ്മിറ്റികൾ നടത്തുന്ന റംസാൻ റിലീഫിലേക്ക് സഹായം എത്തിച്ച് അബുദാബി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ KMCC. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK റഷീദ് ഹാജിക്ക് കാഞ്ഞങ്ങാട് മണ്ഡലം KMCC വൈസ് പ്രസിഡന്റ് AK അബ്ദുൾ റഹ്മാൻ സഹായം കൈമാറി. ഇമ്മാനുവൽ സിൽക്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത സിനിമ സീരിയൽ താരം കലാഭവൻ നന്ദന ഉദ്ഘാടനം നിർവഹിച്ചു. തീർത്ഥങ്കര ശബരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോ കാഞ്ഞങ്ങാട് നഗരസഭ കബഡി മേറ്റ് നൽകി. കബഡി മേറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിലെ ടോഗോയിലെ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്കു കപ്പലിൽ കാസർഗോഡ് സ്വദേശിയും ബേക്കൽ പനയാൽ അമ്പങ്ങാട് കോട്ടപ്പാറയിലെ രജീന്ദ്രൻ, ഭാർഗവൻ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് റാഞ്ചിയത്. 17 രാത്രി കപ്പൽ റാഞ്ചിയതായാണ് പനാമ ഉടമസ്ഥതയിലുള്ള വിറ്റോ റിവർ കമ്പനി ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ബന്ദികൾ സുരക്ഷിതരാണെന്നാണ് വിവരം. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രജീന്ദ്രന്റെ ബന്ധുക്കൾ വിദേശകാര്യമന്ത്രി, മുഖ്യമന്ത്രി, MP മാർ എന്നിവർക്ക് നിവേദനം നൽകി. തടവിലാക്കിയവരിൽ കൊച്ചി സ്വദേശിയും ഉണ്ടെന്നറിയുന്നു. 2025-26 കള്ളാർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് എന്ന ലക്ഷ്യം നേടാൻ ഭവന പദ്ധതിക്ക് പ്രാധാന്യം നൽകി കള്ളാർ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ്. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഭവനരഹിതർക്കും വീടുറപ്പാക്കാൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ 11 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പശ്ചാത്തല മേഖല, അടിസ്ഥാന വികസനം, കൃഷി, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, വയോജനം, ഭിന്നശേഷി, വനിതാ മേഖലകൾക്കും തുക നീക്കിവച്ചിട്ടുണ്ട്. പ്രകൃതി, കുടിവെള്ള സംരക്ഷണം, ശുചിത്വം എന്നിവയ്ക്കും പരിഗണന നൽകിയിട്ടുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി അവതരിപ്പിച്ചു. നാം മുന്നേറുകയാണ്. ലഭ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് സാംസ്കാരിക, കായിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഉൾപ്പെടെ സർവോന്മുഖമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കാനുള്ള യത്നത്തിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. 2025-26 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ 32,77,863 രൂപ പ്രതീക്ഷിക്കുന്നു. ഗ്രാമീണ റോഡുകളടക്കം ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലയ്ക്ക് 3.5 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 6.37 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന തരത്തിൽ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുമെന്നും ജലാശയങ്ങൾ, കുളവും കിണറുമടക്കമുള്ള കുടിവെള്ള സ്രോതസ്സുകൾ തുടങ്ങിയവ നവീകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. പ്രാരംഭ ബാക്കിയുള്ള 14,10,303 രൂപ ഉൾപ്പെടെ 32,36,77,863 രൂപ വരവും 32,25,563 രൂപ ചിലവും 36,52,300 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P ഗീത, K ഗോപി, സന്തോഷ് V ചാക്കോ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C രേഖ, PV ശ്രീലത,
പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഫിലിപ്പ്, എം കൃഷ്ണകുമാർ, സെക്രട്ടറി എ പ്രേമ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ, വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NRIG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൃക്കരിപ്പൂരിൽ നടന്ന പ്രതിഷേധ മാർച്ച് CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക ഉടൻ നൽകുക, വെട്ടിക്കുറച്ച ലേബർ ബഡ്ജറ്റ് പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം തൃക്കരിപ്പൂർ ടൗണിൽ CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പണിയെടുപ്പിച്ചോ തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ 2.5 മാസമായിട്ടും തരുന്നില്ല. 570 കോടി രൂപ ഇനത്തിൽ മാത്രം കുടിശ്ശിക. പിന്നെ എന്താ പറഞ്ഞത്? റോഡ് ഉണ്ടാക്കിക്കോ, നിങ്ങൾ കുളം ഉണ്ടാക്കിക്കോ, കിണറുണ്ടാക്കിക്കോ. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ സാധനം കൂടി വേണം. അപ്പൊ സാധനം നിങ്ങൾ വാങ്ങിച്ചോ. അതിന്റെ 60% പൈസ പഞ്ചായത്ത് കൊടുക്കണം, 40% പൈസ തൊഴിലുറപ്പ് എടുക്കാം എന്നും പറഞ്ഞു. ആ ഇനത്തിൽ മാത്രം 57 കോടി രൂപ കിട്ടണം. ഇപ്പൊ പലയിടത്തും പ്രശ്നം എന്താ? സാധനം സപ്ലൈ ചെയ്ത പീഡിയക്കാര് ഇപ്പൊ സാധനം തരുന്നില്ല. NRIG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് AV രമണി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV ഗംഗാധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കുളങ്ങര രാമൻ, PV കൃഷ്ണൻ, KV കാർത്യായനി, ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ C വിജയൻ, KV രാമചന്ദ്രൻ, TP ഉഷ, K രാമകൃഷ്ണൻ, KV രാധ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെന്റർ ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിശുദ്ധ റമളാനിൽ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത്, മുനിസിപ്പൽ പരിധിയിലെ 400-ൽ പരം കുടുംബങ്ങളിലേക്ക് റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. വിവിധ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങ് INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ലീഗിൻ്റെയും നാഷണൽ യൂത്ത് ലീഗിൻ്റെയും INCCയുടെയും കേരളത്തിലെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പോഷക സംഘടനയായ ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻറ്റർ അഥവാ INCC ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് തൃക്കരിപ്പൂർ മണ്ഡലം ഇന്ത്യൻ നാഷണൽ ലീഗ് കമ്മിറ്റി ഈ റിലീഫ്. തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് റസാഖ് പുഴക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. INL ജില്ലാ ട്രഷറർ VK ഹനീഫ ഹാജി, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ അരിഞ്ചിറ, ജോയിന്റ് സെക്രട്ടറി മമ്മു കോട്ടപ്പുറം, മണ്ഡലം ജനറൽ സെക്രട്ടറി AG ബഷീർ, AC ഷാഹുൽ ഹമീദ്, TP മുഹമ്മദ് കുഞ്ഞി, KP ഹംസ, M അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് വനിതാ ലീഗ് കമ്മിറ്റികൾ നടത്തുന്ന റംസാൻ റിലീഫിലേക്ക് സഹായം എത്തിച്ച് അബുദാബി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ KMCC. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK റഷീദ് ഹാജിക്ക് കാഞ്ഞങ്ങാട് മണ്ഡലം KMCC വൈസ് പ്രസിഡന്റ് AK അബ്ദുൾ റഹ്മാൻ സഹായം കൈമാറി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് വനിതാ ലീഗ് കമ്മിറ്റികൾ നടത്തുന്ന റംസാൻ റിലീഫിലേക്ക് അബുദാബി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ KMCCയുടെ സഹായഹസ്തം. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK റഷീദ് ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം നമ്മുടെ ഏത് കാര്യത്തിനും സഹായാസ്പദമായി നമ്മൾക്ക് വന്നു ചേരുന്ന ഒരു സംഘടനയാണ് KMCC. അതിൻ്റെ നേതാക്കന്മാരും അവിടുത്തെ പ്രവർത്തകരും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ റമദാൻ മാസം മാത്രമല്ല, മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് സഹായമായി നമ്മൾ അഭ്യർത്ഥിച്ചാൽ വളരെ സന്തോഷപൂർവ്വം. കാഞ്ഞങ്ങാട് മണ്ഡലം KMCC വൈസ് പ്രസിഡന്റ് MK അബ്ദുറഹിമാൻ ഫണ്ട് കൈമാറി. KMCC മുനിസിപ്പൽ കോർഡിനേറ്റർ ഇബ്രാഹിം പള്ളിക്കര അധ്യക്ഷനായി. വനിതാ ലീഗിന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ KMCC വൈസ് പ്രസിഡന്റ് അസീം ഫണ്ട് കൈമാറി. മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം ട്രഷറർ CK റഹ്മത്തുള്ള, സംസ്ഥാന കൗൺസിലർ K മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം MP ജാഫർ, വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK സുമയ്യ, ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആവിയിൽ, വനിതാ ലീഗ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രസിഡന്റ് സുബൈദ CH, മുനിസിപ്പൽ മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് തായലക്കണ്ടി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി കാസിം അബുദാബി, KMCC ട്രഷറർ സയ്യിദ് കല്ലൂരാവി, CH അസീസ് ആറങ്ങാടി എന്നിവർ സംസാരിച്ചു.
MK അബ്ദുറഹ്മാൻ ആറങ്ങാടി സ്വാഗതവും അസീം നന്ദിയും പറഞ്ഞു. ഇമ്മാനുവൽ സിൽക്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത സിനിമാ സീരിയൽ താരം കലാഭവൻ നന്ദന ഉദ്ഘാടനം നിർവഹിച്ചു. ഇമ്മാനുവൽ സിൽക്സിൽ 8ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന 8ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമ സീരിയൽ താരം കലാഭവൻ നന്ദന ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ 8ാം വാർഷികം ആഘോഷമാണ് ഇമ്മാനുവൽ സിൽക്സിൻ്റെ. ഇതിൻ്റെ ഒരു ചടങ്ങിലെത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈയിടെയായിട്ട് നടക്കുന്ന ഇമ്മാനുവൽ സിൽക്സിൻ്റെ ഒത്തിരി പ്രോഗ്രാംസിൽ ഭാഗവാൻ സാധിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ ഒരുപാട് വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ചടങ്ങിൽ മാതൃഭൂമി റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CEO TO ബൈജു, CP ഫൈസൽ, ഷോറൂം മാനേജർ സന്തോഷ് T തുടങ്ങിയവർ പങ്കെടുത്തു. 8ാം വാർഷികം പ്രമാണിച്ച് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ കിടപ്പ് രോഗികൾക്ക് മാതൃഭൂമി കാസർഗോഡ് ജില്ലാ സീനിയർ ലേഖകൻ EV ജയകൃഷ്ണൻ കിറ്റ് കൈമാറി. ഉദ്ഘാടന വേളയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. തീർത്ഥങ്കര ശബരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കാഞ്ഞങ്ങാട് നഗരസഭ കബഡി മേറ്റ് നൽകി. കബഡി മേറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നിർവഹിച്ചു. കബഡി ടൂർണമെന്റുകളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങളും വിജയവും കാഴ്ചവെക്കുന്ന തീർത്ഥങ്കര ശബരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 53 വർഷക്കാലമായി കബഡി മത്സരങ്ങളിലെ സജീവ സാന്നിധ്യമാണ്. കാഞ്ഞങ്ങാട് നഗരസഭ കേരളോത്സവത്തിൽ തുടർച്ചയായി 2 തവണ കബഡിയിൽ ചാമ്പ്യൻ പട്ടം നേടിയതിന്റെ തിളക്കത്തിലാണ് ക്ലബ്ബ്. കാഞ്ഞങ്ങാട് നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശബരി ക്ലബിന് കബഡി മേറ്റ് നൽകിയത്. കാഞ്ഞങ്ങാട് നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശബരി ക്ലബിന് കബഡി മേറ്റ് നൽകിയത്. കബഡി മേറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലായാലും സാംസ്കാരിക മേഖലയിലായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലായാലും കക്ഷി രാഷ്ട്രീയത്തിന്റെയോ മറ്റ് നിറങ്ങളൊന്നും നോക്കാതെ തന്നെ എല്ലാ വാർഡിലെയും എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 4 വർഷവും ഈ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുണ്ട്. അതിനിയും ലഭ്യമാകുമെന്നുള്ള ഉറപ്പിന്മേൽ ഈ ഒരു കബഡി മാറ്റിന്റെ വിതരണം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ചടങ്ങിൽ വാർഡ് കൗൺസിലർ VV ശോഭ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള മുഖ്യാതിഥിയായി. നഗരസഭാംഗങ്ങളായ പ്രഭാവതി, K ലത, അഹമ്മദ് അലി, KV സരസ്വതി, അനീഷൻ പടന്നക്കാട്, C രവീന്ദ്രൻ, SNDP ശാഖാ പ്രസിഡന്റ് MM കരുണാകരൻ, സെക്രട്ടറി പ്രമോദ് കരുവളം,
യൂത്ത് കോർഡിനേറ്റർ വൈശാഖ് ശോഭനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബ് സെക്രട്ടറി കെ സുമേഷ് സ്വാഗതവും ക്ലബ് അംഗം ഒ.വി. മധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ സെക്യൂരിറ്റി വർക്ക് ഫെയിൽ സഹകരണ സംഘത്തിന്റെ അനുബന്ധ സ്ഥാപനമായ സഹകരണ ലോണ്ടറി ആൻഡ് ഇസ്തിരി ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. പുതിയകോട്ട കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ സെക്യൂരിറ്റി വർക്കേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ അനുബന്ധ സ്ഥാപനമായ സഹകരണ ലോണ്ടറി ആൻഡ് ഇസ്തിരി ഷോപ്പ് ഉദ്ഘാടനം നടന്നു. പുതിയകോട്ട കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സർക്കാരിന് താങ്ങും തണലുമായും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്, അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തെല്ലാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ ജനതയെ ചേർത്ത് പിടിക്കാനും കേരളത്തിലെ ഗവൺമെൻറ്റിന് താങ്ങും തണലായി മാറാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. അതൊരു വലിയൊരു ബദൽ സാമ്പത്തിക ശക്തിയായി കേരളത്തിൽ വളർന്നു വന്നത്, ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി കേരളത്തിൽ വളർന്നു വന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘം പ്രസിഡന്റ് എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ മുഖ്യാതിഥിയായിരുന്നു. എം രാഘവൻ, പ്രവീൺ കുമാർ, വി കമ്മാരൻ, ശ്രീലത കെ വി, അഡ്വക്കേറ്റ് കെ ചന്ദ്രശേഖരൻ, ടി വി രവീന്ദ്രൻ, കരുണാകരൻ കുന്നത്ത്, എൻ ബാലകൃഷ്ണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് പി വിജയകുമാർ സ്വാഗതവും ശൈല ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രീ പ്രൈമറി വിദ്യാലയങ്ങളെ മനോഹരവും ആകർഷകവുമാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയുടെ ഭാഗമായി കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ വിവിധ ശേഷി വികാസങ്ങൾക്കനുസൃതമായ പഠനോപകരണങ്ങൾ തയ്യാറാക്കുന്ന ശില്പശാല തുടങ്ങി. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാതൃകാ പ്രീ പ്രൈമറിയാണ് ഇവിടെ സജ്ജമാക്കുന്നത്. കുരുന്നുകൾക്ക് കണ്ടും കേട്ടും അറിഞ്ഞും വളരാനായി ഹരിത ഉദ്യാനം, വിശാലമായ കളിയിടം, ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, വർണ്ണാഭമായ ക്ലാസ് മുറികൾ എന്നിവയും വായനാ ഇടം, ഗണിത ഇടം, വരയിടം തുടങ്ങി 13 കോർണറുകളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കുകയും അവരുടെ അക്കാദമിക, ഭൗതിക, മാനസിക ചിന്തകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ചുമർ ചിത്രങ്ങൾ എന്നിവയും വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകതയാണ്. സമഗ്ര ശിക്ഷയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത ശില്പശാലയിലാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ ടി ഗീത, പ്രധാനാധ്യാപകൻ കെ കൃഷ്ണൻ, PTA പ്രസിഡന്റ് MKV രാജേഷ്, TV ബീന, M പുഷ്പലത എന്നിവർ സംബന്ധിച്ചു. പരിശീലനത്തിന് P രാജഗോപാലൻ, U സതീശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാൻഫിറ്റിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായും ഒളവറ ഗ്രന്ഥാലയത്തിന്റെ ആദ്യകാല പ്രവർത്തകനുമായിരുന്ന കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ 13ാം ചരമവാർഷിക ദിനത്തിൽ ഒളവറ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന അനുസ്മരണം കാൻഫിറ്റ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സാക്ഷരതാ, സാമൂഹ്യ സേവന മേഖലകളിൽ നേതൃനിരയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒളവറയിലെ കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂരിലെയും വലിയപറമ്പിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തിലും തൃക്കരിപ്പൂർ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിക്കുന്നതിലും നേതൃത്വം നൽകിയിരുന്ന കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കാൻഫിഡ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ജില്ല എന്ന നിലയ്ക്കുള്ള 1ാം സ്ഥാനം ലഭിച്ചു. തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ട് വാങ്ങി. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റുകൾ ഇങ്ങനെ തരംതിരിക്കുമ്പോൾ 14ാമത് കാസർഗോഡ് ജില്ലയ്ക്ക് നമ്പർ 14ആണ്, തിരുവനന്തപുരം. അപ്പോൾ ആരോ തമാശക്ക് ചർച്ചയിലൊക്കെ പറയും നമ്മൾ 14ാമത്തെ സ്ഥാനത്താവോ നോക്കാം. ഞങ്ങളന്ന് പോയ കാറിന്റെ നിറം ഏതാണ്ട് ഒരു ചെമ്മണ്ണ് നിറമുള്ള കാറാണ്. ആ കാറിന്റെ നമ്പറിന്റെ പ്രത്യേകത KL 14 14 14 ഇതാണ്.
ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ പ്രവർത്തകൻ കെ വി രാഘവൻ മാസ്റ്റർ, ഗ്രന്ഥാലയം സെക്രട്ടറി സി ദാമോദരൻ, ലൈബ്രറിയൻ കെ സജന, കാൻഫഡ് ജില്ലാ സെക്രട്ടറി സി സുകുമാരൻ മാസ്റ്റർ, ട്രഷറർ ഇ രാഘവൻ മാസ്റ്റർ, ലൈബ്രറി കൌൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ വി കെ രതീശൻ, വി വി കൃഷ്ണൻ, കെ കണ്ണൻ, ടി വി ഗോപി, ആശാ പവിത്രൻ, എം നാരായണൻ, പി വി തമ്പാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച നടത്തി. സുസ്മേഷ് ചന്ദ്രോത്തിന്റെ മരണവിദ്യാലയം പി ടി ഷൈനി ടീച്ചർ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ വയോജന അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കുമായ തലമുറ സംഗമം നടത്തി. കോർണിഷ് ബീച്ചിൽ നടന്ന സംഗമം വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മിഷന്റെ നിർദ്ദേശപ്രകാരം വയോജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും വാർദ്ധക്യം ഒരു രോഗമല്ലെന്നും അതൊരു ജീവിതാവസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാനുള്ള അറിവ് പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനാണ് തലമുറ സംഗമം ഒരുക്കിയത്. മാറിവരുന്ന കാലഘട്ടത്തിൽ തലമുറകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പഴയ കുടുംബങ്ങളിലെ സൗഹൃദാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനുമായി സംഘടിപ്പിച്ച തലമുറ സംഗമം കോർണിഷ് ബീച്ചിൽ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെയായി നല്ല സന്തോഷത്തിൽ ജീവിച്ചു പോയി. പിന്നീട് ഓരോ മക്കളും കല്യാണം കഴിഞ്ഞു. അവരെ കല്യാണം കഴിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തി. പിന്നീട് നല്ല വീട് വെക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് വരും. അങ്ങനെ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കും. ആ സമയത്ത് അങ്ങനെ അവര് നല്ല വീട് വെക്കും. അങ്ങനെ വീട് വെച്ച് അവര് ഒരു കുടുംബമായിട്ട് താമസിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും അച്ഛനും അമ്മയും. പക്ഷെ അവര് ആ ചെറുപ്രായം തൊട്ട് 10-25-30 വയസ്സ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മകൻ അല്ലെങ്കിൽ മകൾ ഒരു വീടാക്കി പോകുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. കുടുംബശ്രീ CDS അധ്യക്ഷ ഇ കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി സുരേഷ് അരിയിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, പഞ്ചായത്ത് അംഗങ്ങളായ വി മധു, കെ അജിത, പഞ്ചായത്ത് സെക്രട്ടറി എ ജയകുമാർ, CDS ഉപാധ്യക്ഷ കെ സജിത, കെ ഷബ്ന, എം ഖദീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സി വിജയൻ, പി ഖദീജ, വി വി സജീവൻ, ഇ കെ ബിന്ദു, സി രജിത എന്നിവർ വിഷയാവതരണം നടത്തി. സമാപനത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അവതരിപ്പിച്ചു. വയോജനങ്ങൾക്ക് പാരിതോഷിക വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതോടൊപ്പം അടിസ്ഥാന വികസന രംഗത്തും മുന്തിയ പരിഗണന നൽകുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ 5ാമത് ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലിയാണ് 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. മുൻപാക്കി 36,50,885 രൂപയടക്കം 34,21,55,405 രൂപ വരവും 33,60,35,900 രൂപ ചിലവും 61,19,505 രൂപ മിച്ചവും വരുന്ന 2025-26 വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് പച്ചക്കറിത്തോട്ടം, മിനി ഡയറി യൂണിറ്റ്, കോഴി വളർത്തൽ, പോത്തുകുട്ടി വിതരണം, മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും, റിംഗ് കമ്പോസ്റ്റ് വിതരണം, കുടുംബശ്രീ ക്യാൻറ്റീൻ, EC കിച്ചൺ, ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം NQS പദ്ധതി, ക്ഷയരോഗികൾക്കുള്ള കിറ്റ് വിതരണം, ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം, ഭിന്നശേഷി ഉപകരണം, ഭിന്നശേഷി സംരംഭം, കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്പീച്ച് ഓഡിയോ തെറാപ്പി, വിവിധ പൊതുയിടങ്ങളിൽ CCTV സ്ഥാപിക്കൽ, വിവിധ തോടുകളുടെ നവീകരണം, ജലസേചനത്തിന് പമ്പ് സെറ്റ് വിതരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടുകളുടെയും നടപ്പാതകളുടെയും നിർമ്മാണം തുടങ്ങിയ വൈവിധ്യങ്ങളായ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റാണിത്. നാടിന്റെ വികസനങ്ങൾ നേടിയെടുക്കുവാൻ മികച്ച ഒരു ബഡ്ജറ്റിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിലൂടെയാണ് ശുചിത്വത്തിനും ആരോഗ്യത്തിനും ഊന്നൽ നൽകിയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആമുഖ ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 2025-26 വാർഷിക പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞതിനാൽ ആയതുകൂടി ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു ബജറ്റാണ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റിൽ ഉൽപ്പാദന മേഖലയിലെ ചെലവുകൾക്കായി 1,17,10,550 രൂപയും, സേവന മേഖലയിൽ 4,32,01,000
30,580 രൂപയും പാശ്ചാത്യ മേഖലയിൽ 16,01,50,489 രൂപയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ IT, ഹാഷിം കരോളം, എം സൗദ, മുൻ പ്രസിഡന്റ് സത്താർ വടക്കമ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രമതി, TS നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ എം ജീഷ് ബാബു, KV കാർത്തിയായനി, ഫായിസ് ബീരിച്ചേരി, KV രാധ, MK ഹാജി, E ശശിധരൻ, N സുധീഷ്, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. ഇല്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. മുസ്ലിം ജമാഅത്ത് SYS SSF മുട്ടുംതല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റമളാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മെഡിക്കൽ കിറ്റ് വിതരണവും നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF മുട്ടുംതല യൂണിറ്റ് റമളാൻ റിലീഫും മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. ഇബ്രാഹിം ഹാജി സൺലൈറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആരോ ഇവിടെ നോക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വണ്ടിയിലൂടെ കൊണ്ടുവരാം. ഒരു ഹിന്ദു സുഹൃത്താണ്. അത് നോക്കി തിരിച്ചു പോകുന്ന അവസരത്തിൽ അയാൾ പറയുകയാണ്, നിങ്ങളുടെ ഈ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ, ദാരിദ്ര്യമോ അസുഖമോ എന്തെങ്കിലും നേരിട്ടാൽ വെള്ളിയാഴ്ച വന്നാൽ പള്ളിയിൽ പറഞ്ഞാൽ മതി, ആ വിഷയം ഒന്നിച്ച് പരിഹരിച്ച്. ഇങ്ങനെ ഓരോ മേഖലകളിലും നിങ്ങൾ വിഷയം പരിഹരിക്കുക. മുട്ടുംതല ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മൊയ്തു മമ്മു ഹാജി അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് രോഗികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി റഹ്മത്ത് നിർവഹിച്ചു. റമളാൻ റിലീഫ് വിതരണം വാർഡ് മെമ്പറും ജമാഅത്ത് സെക്രട്ടറിയുമായ ഇബ്രാഹിം ആവിക്കൽ ഇസ്മായിൽ മൗലവിക്ക് നൽകി നിർവഹിച്ചു. VC അബ്ദുള്ള സൈദി, അബ്ദുൽ ഹമീദ് മൗലവി കൊളവയൽ, സത്താർ പഴയകടപ്പുറം, സുബൈർ പടന്നക്കാട്, മജീദ്, നൌഷാദ് ചുള്ളിക്കര, നാസർ, ഷിഹാബ്, മജീദ് എന്നിവർ സംസാരിച്ചു. അബ്ദുൽ ജബ്ബാർ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷാഫി സഖാഫി സ്വാഗതവും റഷീദ് മുട്ടുംതല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SYS ജില്ലാ ടേബിൾ ടോക്കും എക്സിക്യൂട്ടീവ് ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. കാസർഗോഡ് സിറ്റി ടവറിൽ സംഘടിപ്പിച്ച പരിപാടി സമസ്ത മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS തങ്ങൾ മദനി ഓലമുണ്ട ഉദ്ഘാടനം ചെയ്തു. റമളാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന റമളാൻ ക്യാമ്പയിന്റെ ഭാഗമായി SYS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായുള്ള ടേബിൾ ടോക്കും എക്സിക്യൂട്ടീവ് ഇഫ്താർ മീറ്റും കാസർഗോഡ് സിറ്റി ടവറിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു. സംഗമം സമസ്ത മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS തങ്ങൾ മദനി ഓലമുണ്ട ഉദ്ഘാടനം ചെയ്തു. അവന്റെ കുടുംബത്തിനെ പറ്റ ഇങ്ങനെയുള്ള ദുലക്ഷ്യത്തോടുകൂടി നീങ്ങുന്ന ഈ അവസ്ഥയിലും നാം ശരിക്കും കഴിയാനുള്ള ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിട്ട് നമുക്ക് ശക്തമായ നിലയിൽ നമുക്ക് നേരിടാൻ പറ്റും. കാരണം ഇന്ന് മദ്രസ മാനേജ്മെന്റ് വളരെ ശക്തമായ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതുപോലെ സംഘവും പ്രവർത്തിക്കുന്നുണ്ട്, SMF പ്രവർത്തിക്കുന്നുണ്ട്, SKS എല്ലാം ഉണ്ട്.
ഇല്ലാത്തവരെ കുറവും ഇല്ല. പക്ഷേ ഒന്ന് ഏകോപിച്ചുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഇതിന്റെ ഉന്നതരായ തലപ്പത്തിരിക്കുന്ന കക്ഷികളെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ഇതിൽ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും അത് ആലോചിക്കണം. SYS ജില്ലാ പ്രസിഡന്റ് PS ഇബ്രാഹിം ഫൈസി പള്ളങ്കോട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹംസ ഹാജി പള്ളിപ്പുഴ ആമുഖ ഭാഷണവും സമസ്ത ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് നദവി ചേരൂർ പ്രാർത്ഥനയും നിർവഹിച്ചു. ജമിയത്തുൽ കുതുബ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ബാക്കവി തളങ്കര അനുഗ്രഹ ഭാഷണവും അൻവർ അലി ഹുദവി മലപ്പുറം വിഷയാവതരണവും നടത്തി. സെയ്ദ് യാസർ തങ്ങൾ, ജമലുല്ലൈലി, MLA മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുനീർ ഹാജി കമ്പാർ, K അബ്ദുല്ല കുഞ്ഞി ചെർക്കള, അസീസ് കടപ്പുറം, മാഹിൻ കേളോട്ട്, അഷ്റഫ് എടനീർ, മൂസാബി ചെർക്കള, വിവിധ സംഘടനാ പ്രതിനിധികളായ TA ഷാഫി, MH മെഹമൂദ് ഹാജി, ഇർഷാദ് ഹുദവി ബെദിര, AA സിറാജ്, SYS ജില്ലാ ഭാരവാഹികളായ മുബാറക് ഹസൈനാർ ഹാജി, സിദ്ദിഖ് അസരി പാത്തൂർ, റഷീദ് വെളിഞ്ചം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ക്ഷേത്രത്തിന്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും 27 മുതൽ ഏപ്രിൽ 7 വരെ ഉത്സവത്തിനായി നടത്തിയിരിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ കുമ്പള സീമയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും 27 മുതൽ ഏപ്രിൽ 7 വരെ തോട്ടകാചാര്യ പരമ്പരയിലെ സംപൂജ്യ ശ്രീ സച്ചിദാനന്ദ ഭാരതി ശ്രീ പാദങ്ങളവർ എടനീർമഠം ധർമ്മസ്ഥല ധർമാധികാരി സംപൂജ്യ പത്മവിഭൂഷൺ ഡോക്ടർ D വീരേന്ദ്ര ഹെഗ്ഡെ ഇവരുടെ ശുഭാശീർവാദത്തോടുകൂടി ബ്രഹ്മശ്രീ ദേരബൈലു ഡോക്ടർ ശിവപ്രസാദ് തന്ത്രിവര്യരുടെ നേതൃത്വത്തിൽ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം നടക്കും. 30 ഞായറാഴ്ച രാവിലെ 9:10 11 മണിക്കും മധ്യേ വരുന്ന രേവതി നക്ഷത്രം തൃതീയ ചരണം വൃഷഭ ലഗ്ന ശുഭമുഹൂർത്തത്തിൽ ശിഖരപ്രതിഷ്ഠ, ശിഖര കലശാഭിഷേകം, അഷ്ടബന്ധ പ്രതിഷ്ഠ എന്നിവ നടക്കും. 31 തിങ്കളാഴ്ച രാവിലെ 9:10 11 മണിക്കും മധ്യേ വരുന്ന വൃഷഭ ലഗ്ന ശുഭമുഹൂർത്തത്തിലാണ് ശ്രീധർമ്മശാസ്താവ് ദുർഗ സുബ്രഹ്മണ്യ വീരഭദ്ര പ്രതിഷ്ഠ കലശാഭിഷേകം നടക്കുക. ഏപ്രിൽ 5 ശനിയാഴ്ച 11 മണിക്കാണ് ശ്രീ മഹാഗണപതി ദേവന് മഹാമൂടപ്പ സമർപ്പണം, തുടർന്ന് ശയ്യാകൽപ്പന, കവാടബന്ധനം എന്നിവ നടക്കുക. ഏപ്രിൽ 6 ഞായറാഴ്ച രാവിലെ 6:20 കവാടോദ്ഘാടനം, ഉണ്ണിയപ്പ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ നിന്നും ബൊഡ്ഡജ് ശ്രീ മധുർ സിദ്ധിവിനായക ദേവന്റെ ദിവ്യ ദർശനം, വിശേഷാഭിഷേകം, പ്രസന്ന പൂജ, അപ്പപ്രസാദ വിതരണം എന്നിവ നടക്കും. ഉത്സവത്തിനായി ഏറ്റവും മികച്ച ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നതെന്നും മികച്ച സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. എല്ലാ ദിവസങ്ങളിലും കലവറ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലൊക്കെ കലവറ അവിടത്തേക്ക് വരാൻ ഉണ്ട്. അതുപോലെ തന്നെ 30-ാം തീയതിയാണ് ബ്രഹ്മകലശം നടക്കുന്നത്. 30-ാം തീയതിയും 31-ാം തീയതിയും ഈ പ്രതിഷ്ഠാ കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ 5-ാം തീയതി മൂടപ്പ സേവ നടക്കും. 5-ാം തീയതി മൂടപ്പ സേവ നടത്തി ഗണപതിയുടെ നട അടിച്ചാൽ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് നട തുറക്കുന്നത്. അതിനുശേഷമാണ് പ്രസാദം കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഭംഗിയുള്ള രീതിയിലും ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു നേരത്തെ ഭക്ഷണം 50,000 ആൾക്കാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മകലശ ദിവസം അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരാനാണ് സാധ്യത. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ K ഗിരീഷ്, രാജീവൻ നമ്പ്യാർ, K നാരായണയ്യ, TS കാർത്തിക് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് വാട്ടർ കൂളർ നൽകി 1999-2002 പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂൾ സൂപ്രണ്ട് അനീഷ് JP ഉദ്ഘാടനം നിർവഹിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 1999-2002 പൂർവ്വ വിദ്യാർത്ഥികൾ വാട്ടർ കൂളർ കൈമാറി. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ ഷാജഹാൻ, മൈഷ, മുഹമ്മദ് ജാബിർ CA എന്നിവർ കൂളറും അനുബന്ധ രേഖകളും സൂപ്രണ്ടിന് കൈമാറി. സൂപ്രണ്ട് അനീഷ് JP ഉദ്ഘാടനം നിർവഹിച്ചു. 60ഓളം കുട്ടികളാണ് നമ്മുടെ അഡ്മിഷൻ നടക്കുന്ന ഒരു വർഷം. അങ്ങനെ 150-ൽ മേലെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് നിലവിലുള്ള കുടിവെള്ളം തികയാതെ വരുമ്പോൾ ഉച്ച സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു കുടിവെള്ളം
കൂളർ നമുക്ക് ലഭ്യമാകുമോ എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. PTA വൈസ് പ്രസിഡന്റ് പ്രകാശൻ N ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ അൻസ് ജബ്ബാർ, ഫോർമാൻ നിജേഷ് VS, സ്റ്റാഫ് സെക്രട്ടറി ഷിജു എന്നിവർ സംസാരിച്ചു. PTA സെക്രട്ടറി ഹസൈനാർ സ്വാഗതവും ട്രഷറർ പ്രമോദ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈഷ്ണവി സൈക്കിൾസ് കമ്പനിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. നീലേശ്വരം മാർക്കറ്റ് റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വൈഷ്ണവി സൈക്കിൾസ് കമ്പനിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. നീലേശ്വരം മാർക്കറ്റ് റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ഥാപനോടമ CV സുരേഷ് ഭദ്രദീപം തെളിയിച്ചു. ഇന്ത്യൻ ബ്രാൻഡായ ഹീറോ, ഹെർക്കുലിസ്, BSA എന്നീ കമ്പനികളുടെ സൈക്കിളുകൾ ഇവിടെ ലഭ്യമാണ്. സ്കൂൾ അവധി ആരംഭിക്കുന്നത് മുതൽ എല്ലാ ഞായറാഴ്ചകളിലും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഫ്രിക്കയിലെ ടൊഗോയിലെ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്കു കപ്പലിൽ കാസർഗോഡ് സ്വദേശിയും ബേക്കൽ പനയാൽ അമ്പങ്ങാട് കോട്ടപ്പാറയിലെ രജീന്ദ്രൻ, ഭാർഗവൻ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് റാഞ്ചിയത്. 2025-26 കള്ളാർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇന്ത്യൻ നാഷണൽ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെന്റർ ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിശുദ്ധ റമളാനിൽ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ്, വനിതാ ലീഗ് കമ്മിറ്റികൾ നടത്തുന്ന റംസാൻ റിലീഫിലേക്ക് സഹായം എത്തിച്ച് അബുദാബി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ KMCC. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK റഷീദ് ഹാജിക്ക് കാഞ്ഞങ്ങാട് മണ്ഡലം KMCC വൈസ് പ്രസിഡന്റ് AK അബ്ദുൽ റഹ്മാൻ സഹായം കൈമാറി. ഇമ്മാനുവൽ സിൽക്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത സിനിമ സീരിയൽ താരം കലാഭവൻ നന്ദന ഉദ്ഘാടനം നിർവഹിച്ചു. തീർത്ഥങ്കര ശബരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോ കാഞ്ഞങ്ങാട് നഗരസഭ കബഡി മേറ്റ് നൽകി. കബഡി മേറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നിർവഹിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.